ഇവർ രണ്ടുപേരുടെയും വിശേഷങ്ങൾ നമ്മൾ ചോദിക്കുകയായിരുന്നു. നാട്ടിലെ വിശേഷങ്ങളും കൂടി ഞാനൊന്ന് ചോദിക്കാം. മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിന് ചൂടാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പാർട്ടിക്കൊപ്പം പ്രചാരണത്തിനോ മറ്റോ ഇറങ്ങാറുണ്ടോ? ഞാൻ ഫോർവേഡ് ബ്ലോക്കിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയി. ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ അത് UDF ഘടകകക്ഷിയാണല്ലോ. അപ്പോൾ എന്നിരുന്നാലും എനിക്കിപ്പോൾ പോകാനും സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ 2004 UPA വരുന്ന സമയത്ത് ഫോർവേഡ് ബ്ലോക്ക് ഇടതുപക്ഷത്തായിരുന്നല്ലോ. അന്ന് UPAക്ക് ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് നിങ്ങൾ വളരെ സപ്പോർട്ട് കൊടുത്തിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ UDFന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ളിലൊരു സങ്കടമുണ്ട്. തീർച്ചയായും ഉണ്ട്. ഫോർവേഡ് ബ്ലോക്ക് യഥാർത്ഥം നിൽക്കേണ്ടത് ലെഫ്റ്റിൽ തന്നെയാണ്, LDFിൽ തന്നെ അല്ലേ? ലെഫ്റ്റിലാകേണ്ടതാണ്. കാരണം ദേശീയ തലത്തിൽ അങ്ങനെയാണല്ലോ. ദേശീയ തലത്തിൽ ദേവരാജൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇവര് ഘട്ടം ഘട്ടം നിൽക്കുന്ന കക്ഷികളാണ്. ഇപ്പം ഈ ഫോർവേഡ് ബ്ലോക്ക് അവിടെ പിന്നെ പിണറായി വിജയനെതിരെ മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി പിൻവാങ്ങിയത്. അതെ 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 അതെ, സ്നേഹബന്ധവും അതന്നെയല്ല രാഷ്ട്രീയ ബന്ധവും. ഈ ഫോർവേഡ് ബ്ലോക്ക് ഇങ്ങനെയുള്ള ഇടതു പാർട്ടിക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ചലനമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാക്കാൻ പറ്റും. സൂസൻ ചേച്ചിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? ഏതാ ഫോർവേഡ് ബ്ലോക്ക് തന്നെയാണോ? അല്ല, ഇടതുപക്ഷമാണ്. അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ സജീവമായ ചർച്ചകൾ നടക്കും, വീട്ടിൽ സജീവ ചർച്ച ഉണ്ടാവും. അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ, ഈ രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് എന്താ വിലയിരുത്തൽ? രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് സർക്കാർ നല്ലതാണ്, മോശമില്ല. പക്ഷെ ആ നയിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞ CPM ആണ്. CPM-ൽ ഇപ്പോൾ സ്വയം വിമർശനമില്ല. ഓക്കെ, ഈ മണ്ഡലത്തിൽ KC വേണുഗോപാൽ ജയിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് KC വേണുഗോപാൽ. അപ്പൊ സൂസൻ ചേച്ചി, ആര് ജയിക്കാനാണ് സാധ്യത? ആരിഫ്. ഇടതുപക്ഷം ആരിഫ് ജയിക്കാനാണ് സാധ്യത അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇടതുപക്ഷം ജയിക്കണമെന്ന് പറയുന്നത്? ലോക്സഭയിൽ പോയാൽ സംസാരിക്കാനും കേരളത്തിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഒരാൾ വേണം. അപ്പൊ KC അല്ല, ഈ ആരിഫാണ് ജയിക്കേണ്ടതെന്നാണ് സഹധർമ്മണി പറയുന്നത്. അത് ചെറിയ അറിവുണ്ടാ ആണോ? ഇപ്പോഴത്തെ KC വേണുഗോപാലിനേക്കാൾ ആരിഫാണ് ഒരു കനലൊരു തരിമതി എന്നാണ്. കഴിഞ്ഞ തവണത്തെ പ്രകടനമൊക്കെ നന്നായിരുന്നു. ആണോ? ഈ പിണറായി സർക്കാർ എത്ര പോരാ എന്നാണല്ലോ പറയുന്നത്, ശരിയാണോ? എനിക്കങ്ങനെ അഭിപ്രായമില്ല. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം വഴക്കായിട്ട് കലാശിക്കാറുണ്ട്? ഒരിക്കലും ഇല്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയും അല്ലേ? അപ്പോൾ ഒരു വീട്ടിൽ തന്നെ രണ്ട് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വളരെ സമാധാനത്തോടെ ജീവിക്കുക. അപ്പോൾ ഇനി നമ്മുടെ സാന്നിധ്യം ഇവരെ ആ സമാധാനം കെടുത്തണ്ട. അപ്പോൾ ഇവിടുത്തെ 6 വർഷം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ഞാൻ CPM-ന്റെ. പിന്നെ എന്തിനാ മാറിയത്? മാറേണ്ട സാഹചര്യം ഉണ്ടായി. സ്വയം വിമർശനം പോരാ. പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോ മുൻപേ പോയവര് പറഞ്ഞത് തന്നെ ആ തരത്തിലേക്ക് പോകുന്നു. അങ്ങനെ പാർട്ടി മാറിയിട്ടുണ്ടോ? അങ്ങനൊന്നും മാറിയിട്ടില്ല. പാർട്ടി മെമ്പറാണോ? അല്ല, പാർട്ടി മെമ്പർ അല്ല, പാർട്ടി അനുഭാവിയാണ് അല്ലെ? ഇടതു മുന്നണി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആർത്തിങ്കൽ പള്ളിയുടെ വീട്ടിന് മുന്നിലുള്ള ഒരു സന്തോഷ കുടുംബമാണ്. മാവേലിക്കരയിലാണ് വീട്, കല്ലുമലയിൽ. കല്ലുമലയിലെ 2 ആങ്ങളമാരും പിന്നെ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ പഞ്ചായത്ത് മെമ്പർമാരാണ്. പഞ്ചായത്ത് മെമ്പർമാരാണ്. അപ്പൊ പിന്നെ ഇടതുതന്നെ പറയാൻ പറ്റൂ അല്ലേ? താങ്കൾ വിചാരിച്ചിട്ടും UDF-ന്റെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ ചെയ്തില്ല. EMS അമ്പല വിശ്വാസിയോ അങ്ങനൊന്നും അല്ലായിരുന്നു. പക്ഷെ EMS-ന്റെ ഭാര്യ അദ്ദേഹം കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പോയിട്ടാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയെടുത്ത് ഈ രാഷ്ട്രീയ കാര്യങ്ങൾ നിർബന്ധിക്കില്ല. അത് വളരെ ഉദാത്തമായ ഒരു കാര്യമാണ്. നമ്മൾ ഭാര്യമാരെ നിർബന്ധിച്ചിട്ട് കാര്യം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി അവരാണ് തീരുമാനിക്കേണ്ടത്. ഭർത്താവ് കൊടുക്കേണ്ട കാര്യമൊന്നും. കറിയിൽ ഉപ്പുണ്ടാവില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ